അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഒഡീഷ FC ആണ് നമ്മുടെ എതിരാളികളെ വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ വരുന്നത് നോക്കൗട്ട് 1-ലാണ്. എന്ന് വെച്ചാൽ കേരള ഒഡീഷ ജയിക്കുന്ന ആൾ ഫേസ് ചെയ്യേണ്ടത് മോഹൻ ബഗാനെയാണ്. ഇന്നലെ മോഹൻ ബഗാൻ ഷീൽഡ് ഉയർത്തിയപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കമൻറ്റ് ബോക്സ് നോക്കിയാൽ നമുക്കറിയാം എല്ലാവരും തന്നെ പകുതി ഹോപ്പ് അവിടെ കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇഞ്ചുറി സ്ക്വാഡ് വെച്ച് നമ്മൾ ഒഡീഷ FCക്കെതിരെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു തന്നെ വിചാരിക്കുക. നമ്മൾ പിന്നെ കളിക്കാൻ പോകേണ്ടത് മോഹൻ ബഗാനെതിരെയാണ്. അവിടെ ഒരു തോൽവി നമ്മൾ കുറേ ഫാൻസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ചില കാര്യങ്ങൾ പറയുമല്ലോ 99 ഫെയ്ത്ത് പിന്നെ 1% മാത്രമാണ് ഹോപ്പ് എന്നുള്ളത്. അത് ഏകദേശം ഈ കാര്യത്തിൽ സത്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹൈദരാബാദ് FCക്കെതിരെയുള്ള ഒരു വിജയമായിരുന്നു. എന്നാൽ ആ ഒറ്റ വിജയം കൊണ്ട് തന്നെ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല നമ്മൾ പ്ലേ ഓഫിലും അങ്ങനെ തന്നെ കളിക്കുമെന്ന്. കാരണം ഹൈദരാബാദ് FCയുടെ അവസ്ഥ നമുക്കറിയാലോ. സോ അതിന് ജസ്റ്റ് ഒരു എന്താ പറയണ്ടേ ഒരു ആശ്വാസ വിജയം എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും വീഡിയോയുടെ ഡീപ്പാക്കി എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന 85% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC. നമുക്കറിയാം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന 3 മേജർ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ല, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അടിക്കുന്ന ഗോൾ സ്കോറേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ഇഞ്ചുറിയാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കാരണം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നെഗറ്റീവ് പറയുമ്പോൾ ഒഡീഷയുടെ പോസിറ്റീവ് വശം കൂടെ പറയണമല്ലോ. അവർക്ക് കൺസിസ്റ്റൻ്റ് ഗോൾ സ്കോററുണ്ട്, അതുപോലെ കൺസിസ്റ്റൻ്റായി ബോൾ എത്തിക്കാനും ആളുണ്ട്. ഇനി ഒരാൾ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ വേറെ ഒരാളുണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ. മിഡ്ഫീൽഡിൽ ISLലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസും അതുപോലെ സക്സസീവ് മിഡ്ഫീൽഡറായ അഹമ്മദ് ജാഹു ഉണ്ട്. ഡിഫൻസിലാട്ടെ നമ്മുടെ മുർദാദ ഫോളും അതുപോലെ ഗാഡോയും. പിന്നെ ഗോൾ കീപ്പറായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗോൾ കീപ്പറായ അമരേന്ദർ സിംഗും ഉണ്ട്. ഇത് ഫോറിൻ പ്ലേയേഴ്സ് ലിസ്റ്റ് മാത്രം കേട്ടോ. ഇന്ത്യൻ പ്ലേയേഴ്സിനെ നമുക്ക് പറയാതെ തന്നെ അറിയാലോ. സോ വെൽ എക്സ്പീരിയൻസ്ഡും വെൽ പാക്ഡും ടീമാണ് ഒഡീഷ FC എന്നുള്ളത്. നമ്മുടെ മെയിൻ പ്ലേയേഴ്സായ ഡിമിക്കും ലൂണയ്ക്കും അതുപോലെ ഗോൾ കീപ്പറായ സച്ചിനും എല്ലാവർക്കും തന്നെ ഇഞ്ചുറി പറ്റിയാലും നമുക്കറിയാലോ. അതുകൂടാതെ ആശ്വാസത്തിന് കഴിഞ്ഞ കളിയിൽ ഫെഡോർ അവസാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഡിമി ഒരു ട്രെയിനിങ് തുടങ്ങിയെന്ന സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് കൺഫർമേഷൻ ഇല്ല. സോ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നമുക്ക് പോകാം. ഗോൾ കീപ്പറായിട്ട് കരൺജിത്ത് വേണോ ലാറ വേണോ, ഇതൊരു മേജർ കൺഫ്യൂഷനായിരുന്നു. കാരണം നമുക്കറിയാം കരൺജിത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിന് നല്ല നല്ല സേവുകളും നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന 2 മത്സരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ മിസ്സസും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ജഡ്ജ്മെൻറ്റിലൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആവശ്യമുള്ള സമയത്ത് കയറി വന്ന് ബോൾ പിടിക്കുന്നില്ല, അതുപോലെ ആവശ്യമില്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ട് കയറി വരുന്നു. അങ്ങനെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് പകരം കൊണ്ടുവന്ന ഗോൾ കീപ്പറായിരുന്നു ലാറ ശർമ്മ എന്നുള്ളത്. അദ്ദേഹം ബെഞ്ചിലിരുന്നതിൻ്റെ മൊത്തം ദേഷ്യവും ഫീൽഡിൽ ഇപ്പോൾ തീർക്കുന്നുണ്ട്. ലാറ ശർമ്മയായിരിക്കും എൻ്റെ നോക്കൗട്ട് മത്സരത്തിലെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ, പിന്നെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ചില സമയത്ത് ഇത്ര നല്ല ഡിഫൻസ് ISL നമുക്ക് കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നും. ചില സമയത്ത് ഇത്രയും ചീത്ത ഡിഫൻസ് നമ്മൾ ISL കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നും. അങ്ങനെ ഡിഫൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ നമ്മൾ കണ്ടുവരുന്നത്. ലെസ്കോവിച്ച് ഉറപ്പായിട്ടും നമ്മുടെ സെൻറ്റർ ബാക്കിൽ കാണും. പിന്നെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെയായിരിക്കും. ലെസ്കോവിച്ചിന് കൂടെ ഞാൻ മിലോസിനെയും കൂടെ ആഡ് ചെയ്യും. സോ 2 ഫോറിനേഴ്സ് ഡിഫൻസിൽ തന്നെ വന്നു. ഇനി ഇതിന് റീസൺ ഞാൻ ഇപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. നമുക്കറിയാം ഡിമിക്ക് ഇഞ്ചുറിയാണ്. അദ്ദേഹം ട്രെയിനിങ് തുടങ്ങിയെന്ന് പറഞ്ഞാലും ഈ ആഴ്ച അടക്കാവുന്ന നോക്കൗട്ട് മത്സരം കളിക്കുമെന്ന് എനിക്ക് അത്ര പ്രതീക്ഷയില്ല. ഇനി ഡിമി ഫോർവേഡ് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മിലോസ് പുറത്ത് ഇരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഫോർവേഡിനെ ഫ്രണ്ടിലിടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മിലോസും ലെസ്കോവിച്ചും കൈകാര്യം ചെയ്തോളും. പിന്നെ വരുന്നതാണ് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും എന്നുള്ളത്. കഴിഞ്ഞ കളി ഹോർമിപ്പാമും അതുപോലെ തന്നെ അസറുമായിരുന്നു ആ പൊസിഷൻ കളിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്കറിയാം നവോച്ച സിംഗിന് പ്ലേ ഓഫിലും സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ആ പൊസിഷൻ ഹോർമി തന്നെ കളിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഹൈദരാബാദ് FCക്കെതിരെ ഹോർമി നല്ലപോലെ തന്നെ പൊസിഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നല്ല റണ്ണുകളും കുറേ നല്ല പാസുകളും കുറേ നല്ല ക്രോസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹോർമി തന്നെ എൻ്റെ റൈറ്റ് ബാക്ക് കളിക്കും. ലെഫ്റ്റ് ബാക്കിലേക്ക് ഞാൻ അസറിന് പകരം സന്ദീപ് സിംഗിനെ ഒരു ചാൻസ് കൊടുക്കും. കാരണം നമുക്കറിയാം സന്ദീപ് സിംഗ് എത്രമാത്രം നല്ല ഒരു വിങ്ങറാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ക്രോസസ് നമ്മൾ കുറേ കണ്ടിട്ടുമുണ്ടല്ലോ. സ്റ്റിൽ അതൊരു ഡിബേറ്റബിൾ പൊസിഷനാണ്. ഇനി കോച്ച് അസർ തന്നെയാണ് കൂടുതൽ ഫേവർ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം തന്നെ കളിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു പൊസിഷൻ മാറ്റി കളിപ്പിക്കുന്ന ഒരു സ്റ്റൈൽ നമ്മുടെ ഇവാൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ലെഫ്റ്റ് ബാക്ക് പോലുള്ള പൊസിഷനിലേക്ക് അതും ഇത്ര ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വരുന്നതാണ് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനുള്ളത്. നമുക്കറിയാം നമുക്ക് 3 കാൻഡിഡേറ്റ് ആണ് ഇതിനുള്ളത്. നമ്മുടെ ഫ്രെഡി, അതുപോലെ ജിക്സൺ സിംഗ്, പിന്നെ വിപിൻ മോഹൻ എന്നുള്ളത്. ഫ്രെഡി കഴിഞ്ഞ കളി ഭയങ്കര നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും
പ്രയോറിറ്റി, കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു നോക്കൗട്ട് മാച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് വിപിൻ മോഹനും അതുപോലെ ജിക്സൺ സിംഗിനും ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫ്രെഡിക്ക് വരാമല്ലോ. സോ നമുക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇവരെ 2 പേരെ ഇടാം, വിപിൻ മോഹനും അതുപോലെ ജിക്സൺ സിംഗും. ഇനി വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പൊസിഷനാണ്. നമുക്കറിയാം രാഹുൽ വേണോ സൗരവ് വേണോ എന്ന് കുറേ സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സൗരവ് എത്ര കളി ബെഞ്ചിരുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലൊരു അവസരം കിട്ടിയപ്പോൾ എന്തുമാത്രം നല്ലവരാണ് സൗരവ് യൂട്ടിലൈസ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഹൈദരാബാദ് എഫ്സിക്കെതിരെ 2 അസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ക്വാളിറ്റി 2 ക്രോസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ രാഹുലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറേ മിസ്സസും കുറേ മിസ് ഷോട്ടുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ടച്ച് അദ്ദേഹത്തിന് കിട്ടാത്ത ഒരവസ്ഥ എന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ ഫോം ഔട്ട് ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻ്റ് മാച്ചസിൽ അങ്ങനെ ചെറിയ ചെറിയ മിസ്സസ് ഒന്നും നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ ഫൈനൽസിലും സെമീസിലും നോ എക്സ്ക്യൂസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സൗരവിന് ഒരു ചാൻസ് കൊടുക്കും. സോ എൻ്റെ വിങ് കളിക്കാൻ പോകുന്നത് സൗരവായിരിക്കും. അടുത്താണ് നമ്മുടെ ഡൈസുക്കയുടെ പൊസിഷൻ ഉള്ളത്. നമ്മൾ കുറേ നാളിട്ട് കേൾക്കുന്നതാണ് ലൂണ കളിക്കും, ലൂണ കളിക്കില്ലായിരിക്കും, ലൂണ കളിച്ചാൽ കൊള്ളായിരുന്നു, ഇങ്ങനെ കുറേ ന്യൂസുകൾ. സോ ലൂണ കളിച്ചാൽ ഡൈസുക്ക അവിടെ ഇല്ലായിരിക്കും, ഇല്ലെങ്കിൽ ഡൈസുക്ക ആയിരിക്കും നമ്മുടെ ആ വിങ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ലൂണ ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്കിപ്പോൾ പ്രയോറിറ്റി കൊടുക്കാവുന്നത് നമ്മുടെ ഡൈസുക്കയ്ക്ക് തന്നെയാണ്. സോ ഡൈസുക്ക ആയിരിക്കും എൻ്റെ ആ വിങ് കളിക്കാൻ പോകുന്നത്. പിന്നെ വരാൻ പോകുന്നതാണ് നമ്മുടെ 2 സെൻറ്റർ ഫോർവേഡ്. നമ്മൾ ഓൾറെഡി 3 ഫോറിനേഴ്സിനെ യൂസ് ചെയ്തു. സോ ഒരു ഇന്ത്യൻ സെൻറ്റർ ഫോർവേഡ് നമുക്ക് ഉറപ്പായിട്ടും കാണും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇഷാൻ പണ്ഡിത ആയിരിക്കും. നമ്മൾ കണ്ടായിരുന്നു അവസാനം ഒരു 3 ഗെയിംസ് ആയിട്ട് അദ്ദേഹം എന്ത് നല്ലപോലെയാണ് കളിക്കുന്നുള്ളത്. ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളൂ, എന്നാൽ നല്ല കുറേ റണ്ണുകളും പാസുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല റണ്ണുകളും നല്ല പാസുകളും കണക്ട് ചെയ്യാൻ ഫെഡോറിനെ പോലൊരു ഫോർവേഡ് കൂടെ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗോളുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് വേറൊരു ഓപ്ഷനുമില്ല, കാരണം ഇഷാൻ പണ്ഡിത ISL എക്സ്പീരിയൻസ്ഡ് ആണ്. കൂടുതൽ ഗെയിംസ് കിട്ടിയാൽ കൂടുതൽ മിനിറ്റ്സ് കിട്ടിയാൽ അദ്ദേഹം ഉറപ്പായിട്ടും പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ ഇഷാൻ പണ്ഡിതയ്ക്ക് കൂടുതൽ ചാൻസ് കൊടുത്തു വരണമായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റ് കളിക്കുമ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഫെഡോറും നല്ല റെസ്പോൺസിബിലിറ്റി ആയിരിക്കും വരാൻ പോകുന്നത്, കാരണം ഡിമിയെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 50% ഗോൾ സ്കോർ ചെയ്ത പ്ലെയർ എല്ലാവരെയായിരിക്കും അദ്ദേഹം കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. വരുത്തുന്ന ഓരോ മിസ്റ്റേക്കിനും കളയുന്ന ഓരോ ചാൻസിനും വില കൊടുക്കേണ്ടി വരും, കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീം എങ്ങനെ പെർഫോം ചെയ്യും, ഈ ടീമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ലൂണയോ ഡിമിയോ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ടീമിൽ മാറ്റം വരും. നമുക്ക് എന്തൊക്കെയാണെങ്കിലും വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.